ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബൈസെപ്സിൻ്റെ വർക്കൗട്ടിനെ കുറിച്ചാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ 2 ഡമ്പൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 4 നമ്മുടെ ബൈസെപ്സിൻ്റെ വർക്കൗട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ബൈസെപ്സ് സ്കെയിൽ ഡമ്പൽ വെച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് കുറേ കൂടെ ബൈസെപ്സ് ഒന്ന് ആക്ടിവേഷൻ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് വേറൊരു മെത്തേഡ് ഒന്ന് നോക്കാം. ഓക്കെ, ഇത് ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങളുടെ ഈ കൈയുടെ എൽബോ കണ്ടില്ലേ, ഇതാ ഇങ്ങനെ ബാക്കിലോട്ട് പിടിക്കുക. ഓക്കെ, അപ്പം ഈ ഫുൾ ലോഡ് നിങ്ങളുടെ ബൈസെപ്സിലോട്ട് വരും. ഓക്കെ ഫ്രണ്ട്സ്, ഇത് കണക്ക് നിങ്ങൾ വളരെ സാവധാനം താപ്പോട്ട് കൊണ്ടുവന്നിട്ട് ഉണ്ട്. നിങ്ങളുടെ മുട്ട് കൈയുടെ എൽബോ ഇങ്ങനെ ബാക്കിലോട്ട് തന്നെ ഇരിക്കണം. ഒരു കാരണവശാലും ഇത് അങ്ങോട്ടും ഇട്ടൊന്നും ചലിപ്പിക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഫുൾ ലോഡ്, നിങ്ങളുടെ ഈ ഫുള്ള് ആ ബൈസെപ്സിലോട്ട് ചെയ്യുന്ന ലോഡ് നിങ്ങളുടെ കറക്റ്റ് ആ മസിൽസിലോട്ട് തന്നെ അങ്ങോട്ട് തന്നെ നമ്മൾ കോൺസെൻട്രേഷൻ ആവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത് നല്ല വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾക്കിത് തീർച്ചയായിട്ടും നിങ്ങളുടെ വർക്കൗട്ടിനകത്ത് നിങ്ങൾക്ക് വർക്കൗട്ടിനിടയ്ക്ക് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നൊരു വർക്കൗട്ടാണ്. സൂപ്പർ വർക്കൗട്ടാണ്. നിങ്ങളുടെ ബൈസെപ്സ് നല്ലോണം ആക്റ്റീവ് ആവും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിയും ഒരല്പം കൂടെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ചെയ്യുകയാണിത്. അപ്പം ഞാൻ വേറെ ബൈസെപ്സിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ബൈസെപ്സിന് നിങ്ങൾക്ക് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ഒന്നും പൊക്കിയിട്ട് ബൈസെപ്സിന് അടിക്കരുത്. കാരണം ബൈസെപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയൊരു മസിൽ ഗ്രൂപ്പാണ്. ചെറിയ മസിൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ബൈസെപ്സിന് അത്ര വലിയ വെയിറ്റ് ഒന്നും എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ, ചെയ്യുന്ന ചെറിയ വെയിറ്റ് ആണെങ്കിൽ തന്നെ നമ്മുടെ ബൈസെപ്സ് നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. അപ്പം ആ ചെറിയ വെയിറ്റ് വെച്ച് നിങ്ങൾ ചെയ്താൽ മതി. അപ്പം നമ്മൾ ഇത് ഡമ്പൽ ഹാമർ കേൾ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ മുമ്പേ കാണിച്ചു തന്നാണത്. ഡമ്പൽ ഹാമർ കേൾ ചെയ്യുന്നതിനെക്കാട്ടി ഒരല്പം കൂടെ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ കൈയുടെ മുട്ട് കണ്ടിങ്ങനെ ഭിത്തിയിലോട്ട് ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തുക. ഇതേ കണക്ക് ഇങ്ങനെ ഭിത്തിയിലോട്ട് ഇങ്ങനെ ചേർത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഡമ്പൽ ഹാമർ കേൾ ചെയ്ത് നോക്കൂ. ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ഫലം തരും. നിങ്ങളുടെ ഈ മസിൽ സ്പീക്കൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ആവാനായിട്ട് ഇത് ഉപകരിക്കും. ഇതേ കണക്ക് നിങ്ങളൊരു ഭിത്തിയോട് ചേർന്ന് നിന്നതിന് ശേഷം ഇതേ കണക്ക് നമ്മുടെ കൈ എൽബോ ഇങ്ങനെ ഭിത്തിയിൽ ചേർത്ത് പോവുക. അതിനുശേഷം നമ്മുടെ ഇങ്ങനെ ഹാമറുകൾ ചെയ്യുന്ന മാതിരി ചെയ്യുക. സൂപ്പർ വർക്കൗട്ടാണ്. നിങ്ങൾ സാധാരണ ചെയ്യുന്ന വർക്കൗട്ടിനെക്കാട്ടിയും നിങ്ങൾക്ക് ഡബിൾ എഫക്റ്റ് തരുന്ന വർക്കൗട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മസിൽസിൻ്റെ ആ ഒരു പീക്കൊക്കെ വളരെയേറെ വിസിബിളാണ്, പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ 3ാമത്തെ വർക്കൗട്ട് ഡമ്പൽ വെച്ചുള്ള. അപ്പം ഞാൻ ഈ പിടിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ ഒരു ഡമ്പൽ മതി നിങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ ഡമ്പൽ എടുക്കുന്ന സമയത്ത് ഒരല്പം കൂടെ വെയിറ്റുള്ള ഡമ്പൽ വെച്ച് ചെയ്യണം. കാരണം ഇതെന്ന് പറയുന്നത് ഇപ്പം 5 കിലോ ഡമ്പലാണ്. മറ്റുള്ള വർക്കൗട്ടുകളെല്ലാം നിങ്ങൾക്ക് ചെറിയ വർക്കൗട്ട് ചെയ്താൽ മതി. ഇത് നമ്മൾ 2 കൈയും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതേ കണക്ക് തന്നെ കണ്ടോ, ഇതേപോലെ തന്നെ ചെയ്യുക. ഇത് സൂപ്പർ വർക്കൗട്ടാണ് നിങ്ങളുടെ ബൈസെപ്സിന്. ഇതേ കണക്ക് പിടിക്കുക. അതിനുശേഷം നിങ്ങൾ മാക്സിമം താഴോട്ട് നിങ്ങൾ ഇതേ കണക്ക് താഴോട്ട് കൊണ്ടുവരണം. മസിൽ നല്ലോണം സ്ട്രെച്ച് ആവണം. ആൻഡ് മേളിലോട്ട് ഇതേ കണക്ക് മേളിലോട്ട് കൊണ്ടുവരിക. ഓക്കെ ഫ്രണ്ട്സ്, ഇതും നിങ്ങളുടെ ബൈസെപ്സിന് നല്ല കിടിലം വർക്കൗട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ ഒരു 3 സെറ്റ് വെച്ച് ചെയ്യണം കേട്ടോ. നിങ്ങൾ 3 സെറ്റ് വെച്ച് ഒരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് വെച്ച് ചെയ്ത് നോക്കൂ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക ഈ വർക്കൗട്ടുകളൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ബൈസെപ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ ഡമ്പലേ ഉള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ വർക്കൗട്ട് ചെയ്യാം. എല്ലാം വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ 4ാമത്തെ വർക്കൗട്ട്. ഇത് ഡമ്പൽ നമ്മുടെ കോൺസെൻട്രേഷൻ കെയറാണ്. ഞാൻ ഈ നിൽക്കുന്ന കണക്ക് നിന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇരുന്നുകൊണ്ടും ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. നിന്നതിന് ശേഷം നമ്മുടെ ഈ കൈയുടെ മുട്ട് ഇങ്ങനെ നമ്മുടെ ആ ഒരു കാലിൻ്റെ മുട്ടിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം അതൊരു കാരണവശാലും അവിടുന്ന് ചലിക്കരുത് കേട്ടോ. വെയിറ്റ് നമ്മൾ പൊക്കുമ്പോൾ ഒരിക്കലും അവിടുന്ന് മാറിപ്പോരുത്. അതേ കണക്ക് തന്നെ മേളിലോട്ട് പൊക്കുക. താപ്പോട്ട് ഫുള്ള് സ്ട്രെച്ച് ചെയ്യണം. പകുതിക്ക് വരെ ഹാഫ് റേഞ്ച് ഓഫ് മോഷൻ ചെയ്യരുത്. ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് താഴോട്ട് കൊണ്ടുവന്ന ശേഷം മേളിലോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ഇതും നമ്മുടെ ബൈസെപ്സ് പീക്കൊക്കെ ഡെവലപ്പ് ആക്കാനുള്ള ഏറ്റവും നല്ലൊരു വർക്കൗട്ടുകളിലൊന്നാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വളരെ സ്ലോവിൽ ചെയ്താൽ മതി. നിങ്ങളെ മസിലിന് നല്ല ഒരു കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് മസിലിൻ്റെ ആ ഒരു ഫീലിങ്സ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 4 വർക്കൗട്ടുകൾ നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഡമ്പൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഫോളോ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ബൈസെപ്സിന് ചെയ്യുമ്പോൾ ഒരുപാട് വലിയ വെയിറ്റുകളൊന്നും പൊക്കിയിട്ട് നിങ്ങളുടെ ഫോമൊന്നും തെറ്റിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യരുത്. അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക് യു വെരി മച്ച്.